ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഒരു അടിപൊളി പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തി തരാൻ വേണ്ടി. നമ്മളൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് സൗണ്ട് ക്വാളിറ്റി എന്നുള്ളത്. നമ്മളൊരു കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് ഫോണിൽ കണക്ട് ചെയ്ത് ചെയ്യാൻ പറ്റിയ മൈക്ക് ഏതാണ്. അപ്പോൾ അതിനുള്ള സജഷനുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ഹൈലാൻഡ് മാർക്ക് M2 എന്ന് പറയുന്ന ഒരു മൈക്കിനെ പറ്റിയാണ്. ഈ ഒരു ബോക്സിൽ ഇത്രയും സാധനങ്ങളാണ് കേട്ടോ വരുന്നത്. ഇതാണ് കേട്ടോ ഇതിൻ്റെ ചാർജിങ് കേസ് വരുന്നത്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചാൽ നമുക്ക് ചാർജ് ചെയ്യാം. നിങ്ങളുടെ ഫോൺ ഏതും ആയിക്കോട്ടെ, ഇപ്പോൾ ആൻഡ്രോയിഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഐഫോൺ ആയിക്കോട്ടെ, രണ്ട് ഫോണിലും കണക്ട് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പ്രൊഡക്റ്റാണിത്. പിന്നെ ഐഫോണൊക്കെ വെച്ചിട്ട് മാത്രം കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അവർക്കെല്ലാം എന്തായാലും ഒരു നല്ല സജഷനാണിത്. പിന്നെ ഇത് വരുന്നത് രണ്ട് റിസീവറാണ്. ഒന്ന് ഐഫോണിൻ്റെതാണ്, ഒന്ന് ആൻഡ്രോയിഡിൻ്റെതാണ്. അപ്പോൾ ഐഫോൺ യൂസ് ചെയ്യുന്നവർക്ക് ഇത് വെച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ്രോയിഡ് യൂസ് ചെയ്യുന്നവർക്ക് ഈ C ടൈപ്പ് യൂസ്. പിന്നെ ഇതിൽ വരുന്നത് ഇതാ രണ്ട് കുഞ്ഞു മൈക്കാണ്, നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ ബാക്കിലായിട്ട് നമുക്ക് മാഗ്നറ്റ് വരുന്നുണ്ട്. ഈ ഒരു മാഗ്നറ്റ്, അതായത് നമ്മളിത് ഫോണിൽ കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഇതാ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെന്ന് പറയുന്നത് ഇതാ ഈ ഒരു മാല പോലെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ഇത് യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ മൈക്കില്ലേ, ഈ മൈക്ക് ഇവിടെ ഇങ്ങനെ മാഗ്നറ്റ് വെച്ച് സെറ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് മാലയായിട്ട് കഴുത്തിലിടാം. പിന്നെ വീഡിയോ എടുക്കുന്ന എല്ലാവർക്കും അറിയായിരിക്കും, പുറത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നുള്ളത്. കാരണം വണ്ടികളെ സൗണ്ട് ആയാലും എന്ത് സൗണ്ട് ആയാലും നമുക്ക് ഭയങ്കര അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള സൗണ്ട്സ് ഒഴിവാക്കാനായിട്ട് മൈക്കിൻ്റെ സൈഡിൽ ഈ ഒരു യെല്ലോ ബട്ടൺ കാണുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് പ്രസ് ചെയ്താൽ മതി. പിന്നെ ഒരു ഏറ്റവും നല്ല ക്വാളിറ്റി എന്ന് പറയും, നമ്മൾ ഇപ്പോൾ ഫോൺ ഒരു 300 മീറ്റർ അകലെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ദൂരെ നിന്നിട്ട് വീഡിയോ നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. അതായത് ഈ ഞാനിപ്പം പറഞ്ഞ പോലെ ഈ മൈക്കിൻ്റെ ഈ സൈഡിലെ ഈ യെല്ലോ ബട്ടൺ 2 തവണ പ്രസ് ചെയ്താൽ നമ്മൾ എത്ര ദൂരെന്നോ വീഡിയോ എടുക്കുന്നത് ആ ഒരു ദൂരെ നിന്നുള്ള നമ്മുടെ വോയിസ് ആ ഫോണിൽ റെക്കോർഡ് ആകുന്നതായിരിക്കും. പിന്നെ ഈ മൈക്കിൻ്റെ ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത് 40 മണിക്കൂറാണ്. പിന്നെ ഒരു മൈക്ക് നമുക്ക് 10 മണിക്കൂർ വെച്ചിട്ടാണ് റെക്കോർഡ് ചെയ്യാൻ പറ്റുക. അപ്പോൾ 2 മൈക്ക് 20 മണിക്കൂറായിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും, അതായത് കണ്ടിന്യൂസ് റെക്കോർഡ്. അപ്പോൾ നമ്മൾ ഈ മൈക്ക് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്കിതിൽ നോക്കിയാൽ മതി. ഈ ബോക്സിൽ ഇത് കൊടുത്തിട്ടുണ്ട്, ഇതിലെല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് ചെക്ക് ചെയ്താൽ മതി. പിന്നെ മൈക്ക് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ലുക്ക് മാറിക്കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതാ അതിന് പറ്റിയ കുറച്ച് സ്റ്റിക്കേഴ്സും കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. വേണ്ടുന്നവർ നമുക്ക് ഇതിൽ നിന്ന് ഓരോ സ്റ്റിക്കർ എടുത്തിട്ട് അതിൻ്റെ മേലെ ഒട്ടിച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ പുറത്ത് പോയതിന് ശേഷം വിൻഡ് ബ്ലോക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഈ 2 സാധനം കൊടുത്തിട്ടുണ്ട്. ഇതൊരു മൈക്കിന് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു മൈക്ക് വെച്ചതിന് ശേഷം നമുക്ക് മാഗ്നറ്റ് വെച്ചിട്ട് ഇതിവിടെ കണക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ ഈ ഒരു ലുക്കിലാണ് DSLRൻ്റെ റിസീവർ വരുന്നത്. ക്യാമറ വെച്ചിട്ടൊക്കെ വീഡിയോ എടുക്കുന്നവർക്ക് ഭയങ്കര ഉപകാരപ്രദമായിരിക്കും. പിന്നെ ക്യാമറയിൽ കണക്ട് ചെയ്യാൻ പറ്റിയ ചാർജർ. പിന്നെ ഇതിൻ്റെ കൂടെ വരുന്നത് ചാർജറാണ്, C ടൈപ്പാണ് വരുന്നത്. പിന്നെ നമ്മൾ ക്യാപ്പിലോ മറ്റോ മൈക്ക് സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്കതിന് വേണ്ടിയിട്ട് 2 ക്ലിപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കിലായിട്ട് മാഗ്നറ്റ് വരുന്നുണ്ട്. മാഗ്നറ്റിൻ്റെ നേരെ നമുക്ക് ഈ മൈക്ക് കൊടുത്തതിന് ശേഷം നമുക്കിതുപോലെ ക്ലിപ്പ് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാൻ ഇത്രയും സമയം വീഡിയോ എടുത്തത് എൻ്റെ നോർമൽ ക്യാമറയിലാണ്, മൈക്കോ കാര്യങ്ങളോ ഒന്നും വെച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ മൈക്ക് വെച്ചിട്ടൊന്ന് സൗണ്ട് ക്വാളിറ്റി ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഈ റിസീവർ ഇവിടെ കണക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ മൈക്ക് വെച്ചിട്ട് നമുക്ക് സൗണ്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഹലോ, എൻ്റെ വോയിസ് ഇതിൽ കേൾക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പറഞ്ഞല്ലോ, ഫോൺ യൂസ് ചെയ്തുകൊണ്ട് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നവർക്ക് ഏറ്റവും നല്ല ബെസ്റ്റ് ഒരു ഓപ്ഷനാണ് ഈ മൈക്ക്. പിന്നെ ഇതിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്നുള്ളത്, നമ്മൾ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ ഫോണിൻ്റെ ചാർജോ മറ്റോ തീർന്നു പോയാൽ നമ്മുടെ ഈ റിസീവർ ഫോണിൽ കണക്ട് ചെയ്ത സമയത്ത് നമുക്ക്
ഈ ഒരു ഭാഗത്തായിട്ട് ചാർജർ വെച്ചിട്ട് നമുക്ക് ഫോൺ ചാർജ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. നമുക്കിന്ന് മാർക്കറ്റ്സിൽ ഇഷ്ടംപോലെ മൈക്സ് അവൈലബിൾ ആയിട്ടുണ്ട്. വയേർഡ് മൈക്ക് ഉണ്ട്, വയർലെസ് ഉണ്ട്, പിന്നെ പോഡ്കാസ്റ്റ് മൈക്കും ഉണ്ട്. അപ്പോൾ നമുക്കിതിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യേണ്ടത് ഏത് മൈക്കായിരിക്കും ഭയങ്കര കൺഫ്യൂഷനുള്ള കാര്യമായിരിക്കും. നമ്മുടെ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിൽ കൂടുതൽ ആൾക്കാർ ചെയ്ത വീഡിയോസിലും നമ്മൾ കണ്ടിട്ടുള്ളത് വയർലെസ് മൈക്സ് ആണ്. പിന്നെ നമ്മൾ ഈ ഒരു സൗണ്ട് ക്വാളിറ്റി ഉള്ള മറ്റൊരു ബ്രാൻഡിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് എന്തായാലും ഒരു 30,000-40,000 രൂപ എന്തായാലും വേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ഒരു പകുതി വിലയ്ക്ക് നമുക്ക് ഈ സാധനം കിട്ടുമ്പോൾ നമുക്ക് എന്തുകൊണ്ടും നമുക്ക് ഈ ഒരു സാധനം മേടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഈ മൈക്രോഫോണിൻ്റെ സൈസ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. അപ്പോൾ ഇത് ക്യാരി ചെയ്യുന്ന സമയത്തായാലും നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം മിസ്സായി പോയതാണ്. അപ്പോൾ യൂസ് ചെയ്യുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിക്കണം. നമ്മൾ നല്ലൊരു സൗണ്ട് ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് എന്തായാലും ഒരു 30,000-40,000 രൂപ എന്തായാലും വേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ഒരു പകുതി വിലയ്ക്ക് നമുക്ക് ഈ പ്രൊഡക്റ്റ് ലഭിക്കുകയാണെങ്കിൽ നമുക്ക് ഇത് തന്നെയാണ് ഒരു നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് പ്രീ ലെവൽ ക്വാളിറ്റിയിൽ സൗണ്ട് ലഭിക്കുന്ന പ്രൊഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് തന്നെ ചൂസ് ചെയ്യുക. അതെല്ലാം ഓരോ ആൾക്കാരുടെ ഇഷ്ടങ്ങളാണ്. അപ്പോൾ ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു എന്നേ ഉള്ളൂ. ഓരോ മൈക്കിനും സൗണ്ട് ക്വാളിറ്റി വളരെയധികം വ്യത്യാസമുണ്ട്. നമുക്ക് ഏത് മേടിക്കണം എന്നുള്ളത് നമ്മുടെ ഓപ്ഷനാണ്. നമ്മൾ കേട്ട് മനസ്സിലാക്കി അതിനുശേഷം മാത്രമേ വാങ്ങാൻ പാടുള്ളൂ. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 13,231 രൂപയാണ്. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് സാധനം മേടിച്ചത്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലും മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ വരുന്നതായിരിക്കും. ബൈ.